फ्रेंड्स, मैं जानता हूं कि സുഹൃത്തുക്കളെ, ചോദ്യപേപ്പർ ചോർച്ച ഒരു നിസ്സാര വിഷയമല്ലെന്ന് എനിക്കറിയാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അത് അത്യധികം വേദനയുണ്ടാക്കി. അതുകൊണ്ടാണ് സംഭവം നടന്ന 2.5 മാസത്തിനിടെ കർശനമായ നിരവധി നടപടികൾ സ്വീകരിച്ചത്. കുറ്റവാളികൾ പിടിയിലായി ജയിലിലായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ 1 വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതിന് പുനഃപരീക്ഷ ഉടനടി നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്താൻ സർക്കാർ ക്രമീകരണങ്ങൾ ചെയ്തു. 19-ാം തീയതി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ സന്തോഷം രാജ്യത്തെ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം തൃപ്തിയടഞ്ഞ് വിശ്രമിക്കുന്നവരല്ല ഞങ്ങൾ. ചോദ്യപേപ്പർ ചോർത്തൽ കുറ്റത്തിന് അതിവേഗ കോടതികൾ രൂപീകരിക്കാൻ വകുപ്പുകൾക്ക് ഞാൻ ഇന്ന് നിർദ്ദേശം നൽകി. അർദ്ധരാത്രിയോടെ ഇതിന്റെ കരട് എനിക്ക് ലഭിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ കോടതിക്കുള്ള വ്യവസ്ഥകളും കഠിനമായ ശിക്ഷകളും അടങ്ങുന്ന ഈ കരട് മന്ത്രിസഭ ചർച്ച ചെയ്യും. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഇത് അന്തിമമാക്കും. ബില്ല് പാർലമെന്റിൽ എത്രയും വേഗം പാസാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा.